അന്ത്യനാൾ സംഭവിക്കേണ്ടത്. അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ ഓരോന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇത് തുഹിദൽ ഫൈഉദി വലാ വൽ അമാനതു മഗ്നമാ വസ്സകാതു മഗ്റമൻ വതുഅല്ലിമു ലിഗൈരി الدين وأطاع الرجل امرأته وأقى أمه وأدنى صديقه وأقصى أباه وظهرت القينات والمعازف وشربت الخمور ولعن آخر هذه الأمة أولها. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടമാനം അലാമത്തുകൾ, അത് അലാമത്ത് സുഗറയുണ്ട്, അലാമത്തുൽ കുബറയുണ്ട്, ചെറിയ ചെറിയ കൊച്ചു ലക്ഷണങ്ങളുണ്ട്. എന്നാൽ വലിയ വലിയ ഭീമാകാരങ്ങളായ സൂര്യൻ കിഴക്കിൽ നിന്നുദിക്കേണ്ടുന്നതിന് പകരം പടിഞ്ഞാറിൽ നിന്നുദിക്കുന്നത് പോലെയുള്ള ലക്ഷണങ്ങളും ഇനി വരാനിരിക്കുന്നതാ. അതിനു മുമ്പ് പകർച്ചവ്യാധികൾ ശക്തമാകുമെന്നും പരിശുദ്ധ നബി പറഞ്ഞിട്ടുണ്ട്. മൂത്താനുൻ ഷദീദ്, അറബികളുടെ ഓരോ വീടുകളും ആക്രമിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദ്സിന്റെ മോചനം മൂന്നാമതൊരു മോചനം. ആദ്യത്തെ മോചനം സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തി. പിന്നീട് 90 വർഷത്തിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി നടത്തി. ഇനി ഒരു മോചനം കൂടി ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ നബിയുടെ ഹദീസ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പുലരാൻ കാത്തിരിക്കുകയാണ്. ഇതെല്ലാം അങ്ങ് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇനി നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നത് എന്താണ്? ഭൂമി കുലുക്കമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ശക്തമായ ഭൂകമ്പങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി. ടെക്സാസിൽ ഭൂകമ്പം എന്ന് പറഞ്ഞ അമേരിക്കയിലെ ഭൂകമ്പ വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലണ്ടനിൽ ഭൂകമ്പം, അത് കഴിയുമ്പോഴേക്കാണ് യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ ഭൂകമ്പം ഉണ്ടാകുന്നത്. ആ വാർത്ത വായിച്ചു കഴിയുന്നില്ല, അപ്പോഴാണ് ഈജിപ്തിലെ ഭൂകമ്പം, അത് കഴിയുമ്പോഴേക്കാണ് ഇറാനിൽ ഭൂകമ്പം, അത് കഴിയുമ്പോഴേക്ക് ഇന്ത്യയിൽ ഭൂകമ്പം. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ പല ഭാഗത്തും ശക്തമായ ഭൂകമ്പങ്ങൾ അരങ്ങേറുമെന്ന് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവനാകെ കിടുങ്ങി, ഇതെന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ശക്തമായ ഭൂമിക്കുലുക്കങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി ഉണ്ടാകുമെന്ന്. ഈ ഭൂമിക്ക് എന്തു പറ്റിപ്പോയി? എമ്മാതിരി കുലുക്കമാണ്. ഇതുവരെ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയതിനേക്കാളും വലിയ തീവ്രത അതിന്റെ തകർത്ത് കളയുമാറി. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, അതിഭീകരമാണ്, അതിഭയങ്കരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സങ്കല്പിക്കുക അസാധ്യമാണ്. അതിന് മാത്രം ശക്തമായ കിടുകിടാ വറക്കുന്ന പ്രകമ്പനമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറയുന്നത് നോക്കൂ നിങ്ങൾ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅ, ആ ഖിയാമത്ത് നാളിന് സംഭവിക്കാൻ പോകുന്ന ഭൂകമ്പത്തിന്റെ തോത് എന്ന് പറയുന്നത് വല്ലാത്തതാണ്. ശൈഉൻ അദീം. അല്ലാഹു അലീം എന്നാ പറഞ്ഞത്. ശൈഉൻ അലീം, അത് ഭയങ്കരമാണ്. അങ്ങനെ പറയുന്നുള്ളൂ, അത് എങ്ങനെയെന്ന് പറയാൻ കഴിയൂല. അതുകൊണ്ട് അത് ഭയങ്കരമാണ്. എന്നിട്ട് അല്ലാഹു തആല അതിന്റെ തൊട്ട് പിറകിൽ പറയാ, ആ ദിവസത്തിന്റെ ബേജാറിന്റെ വെപ്രാളത്തിന്റെ ആഴമറിയണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷ അല്ലാഹു ഉപയോഗിക്കുന്നത് എന്താ? തദ്ഹലു കുല്ലു മുർളിഅത്തിൻ أرلعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന, ബ്രസ്റ്റ് ഫീഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മ, ആ ബ്രസ്റ്റ് ഫീഡിംഗ് തന്റെ അമൃത കുംഭങ്ങളിൽ നിന്ന് മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞി പൈതലിനെ പോലും പെടുത്ത് മാറ്റിക്കളയുമാർ ഭയവിഹ്വലത ഉമ്മാനെ ബാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. തദ്ഹലു കുല്ലു മുർളിഅത്തിൻ എന്നിട്ടോ വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ,
10 തികഞ്ഞ് പ്രസവിക്കുന്ന പ്രസവമല്ല അപ്പറയുന്ന പ്രസവം. ഏത് പ്രസവമാണെന്നറിയോ? അത് മാസം എത്ര തന്നെ ആയിക്കോട്ടെ, ഗർഭത്തിനകത്തൊരു കുഞ്ഞിന്റെ വളർച്ച ഏതെങ്കിലും ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആരംഭം കുറിച്ചിട്ടുണ്ടെങ്കിൽ അതടക്കം കലങ്ങി പുറത്തേക്ക് ചാടുമെന്ന് പരിശുദ്ധ ഖുർആൻ. പേടിന്റെ ഊക്ക് കൊണ്ട് ഉള്ളിലുള്ളത് കലങ്ങി പുറത്തേക്ക് വരുമല്ലോ, അതുപോലെ ഗർഭസ്ഥ ശിശു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്റെ സയന്റിഫിക് വശം നോക്കൂ നിങ്ങൾ. അമേസിംഗ്, അത്ഭുതമാണ്. കാരണം ക്ലോട്ടിംഗ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി ക്ലിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് സയൻസ് പറയുന്നുണ്ട്, ഫിസിയോളജി പറയുന്നുണ്ട്. അതിന് അത്ഭുതമാണ്. മനുഷ്യന്റെ ആധുനിക ശാസ്ത്രത്തിന്റെ വിവരങ്ങൾ നമ്മൾ എത്ര തന്നെ അട്ടയെ പോലെ ഒട്ടി നിൽക്കുന്ന എന്നാണ്. അട്ട ഒരു സാധനത്തുമില്ല ഒട്ടിപ്പിടിച്ചാ പിന്നെ ബൽച്ച കിട്ടൂല എന്നാ പറയല്. അക്കോലത്തിൽ ഗർഭതിരി പേടിയാണ് പുറത്ത് നിൽക്കുന്നത്. 8ഉം 10ഉം തികഞ്ഞ ഉമ്മാന്റെ പ്രസവത്തെ പറ്റിയല്ല ഈ പറയുന്നത്. ഗർഭപാത്രത്തിൽ അത്രമാത്രം ഉറച്ചു നിൽക്കുന്ന, അവിടെ ക്ലിങ് ചെയ്ത് നിൽക്കുന്ന കുട്ടി പോലും പുറത്തേക്ക് അങ്ങ് ഒലിച്ചു പോകും, അങ്ങ് അലസി പോകുന്ന അവസ്ഥയുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ. ബേജാർ എത്ര പ്രധാനമാണ്. ഗർഭത്തിലുള്ളത് പുറത്തേക്ക് തള്ളുന്ന സമയമാണതെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതങ്ങനെ ഒരു കൊല്ലക്കാലം നീളുമെന്നാണ്, ഒരു വർഷക്കാലം. ഈ ഭീതിജനകമായ, ഈ ബീഭത്സമായ, ഈ വല്ലാതെ പേടിപ്പെടുത്തുന്ന ഭൂകമ്പങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒരു കൊല്ലക്കാലം നീളുമെന്ന് ഹദീസിൽ കാണാം. ഒരു വർഷക്കാലം നീളുമത്രേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിലാണ് വനാന്തരങ്ങളിലുള്ള കാടുകളിലുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് കടന്നു ചെല്ലും, നാട്ടിലേക്ക് ഇറങ്ങും. വനാന്തരങ്ങളിലുള്ള വലിയ വലിയ കാടുകളിലുള്ള, വയനാടൻ കാടുകളിലുള്ള, ആമസോൺ കാടുകളിലുള്ള, അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ വലിയ വലിയ കാടുകളിലെയോ അറിയപ്പെട്ട വലിയ വലിയ കാടുകൾ, ആ വനം കൊടുങ്കാടുകൾ, ആ കൊടുങ്കാടുകളിലെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമെന്ന് പരിശുദ്ധ ഖുർആൻ. വഇദൽ വുഹൂശു ഹുശിറത് വഇദൽ വുഹൂശു ഹുശിറത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നായ്ക്കളെ കാണും പോലെ, ആടുകളെ കാണും പോലെ, പശുക്കളെ കാണും പോലെ സിംഹവും കടുവയും നരിയും പുലിയുമെല്ലാം നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമെന്ന് പരിശുദ്ധ ഖുർആൻ. വഇദൽ വുഹൂശു ഹുശിറത് വഇദൽ വുഹൂശു ഹുശിറത് വഇദൽ ആശാറു ഉത്തിലത്. വലിയ വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങൾ, ആളുകൾ ബെൻസിന്റെ ചാവി, പോർഷയുടെ ചാവി, അല്ലെങ്കിൽ ഓഡിയുടെ ചാവി, അല്ലെങ്കിൽ ഏതൊക്കെയാണോ ബെൻലി കാറിന്റെ ചാവി ഉദാഹരണം പറയാം, നമ്മുടെ മാരുതി മറ്റൊക്കെ മാറ്റിവെക്കുക. വിലപിടിപ്പുള്ള കാറുകൾ പോലും ആളുകൾ നടുറോട്ടിലിട്ടുകൊണ്ട് ഓടുമെന്ന്. അതിനേക്കാളും വലിയ ബേജാർ അപ്പുറത്തുണ്ടാവും. എന്ത് ബെൻസ്, എന്ത് ഓടി, എന്ത് പോർഷെ, എന്ത് ജാക്വർ, എന്ത് വിലപിടിപ്പുള്ള കാറാണെങ്കിലും വാഹനമാണെങ്കിലും അത് ഇട്ട് വെച്ചുകൊണ്ട് ഉപേക്ഷിച്ചു കൊണ്ടോടുമെന്ന്. അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. അതിന് മാത്രം ബേജാറ് വരികയാണ്. കടലിലേക്ക് നോക്കുമ്പോൾ കടൽ അളിക്കത്തും. കടൽ കത്തുകയോ, കടൽ കത്തുകയോ. 2H2 + O2 gives H2O. നമുക്കറിയാം എന്താണ് വാട്ടർ. വെള്ളത്തിന്റെ സമീകരണം എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാൽ വെള്ളം എന്ന് നമ്മളൊക്കെ സയൻസിൽ, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കടലിന്റെ വെള്ളം എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവുമാണ്. എന്നാൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഉജ്ജ്വലമായി കത്തുന്ന, കമ്പസ്റ്റിംഗ് അല്ലെങ്കിൽ ശക്തമായി ഹൈലി ഫ്ലെയിമബിൾ ആയ, ശക്തമായി കത്തുന്ന വാതകത്തിന്റെ പേരാണ് ഹൈഡ്രജൻ. ആ ഹൈഡ്രജനെ കത്താൻ സഹായിക്കുന്ന വസ്തുവിന്റെ പേരാണ് ഓക്സിജൻ. ഈ ഓക്സിജനും ഹൈഡ്രജനും പ്രത്യേകമായ അനുപാതത്തിൽ വന്ന് നിന്നപ്പോൾ അത് വെള്ളമായി. എന്നാൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന കത്തുന്ന വാതകത്തെയും അതിനെ കത്താൻ സഹായിക്കുന്ന ഓക്സിജനെയും പ്രത്യേകമായ അതിന്റെ ആ ഒരു അവിടെ നടക്കുന്ന തന്മാത്രയിൽ ഒരു വ്യത്യാസം അള്ളാഹുവിന് വരുത്താൻ പണിയില്ല. അതിന്റെ സയന്റിഫിക് വശം നമ്മൾ
നമ്മൾ പറഞ്ഞതാ. ഹൈഡ്രജൻ കത്തും, ഓക്സിജൻ അതിനെ കത്താൻ സഹായിക്കും. 2H2 + O2 ആണ് gives H2O. എങ്കിൽ ആ H2 എന്ന് പറയുന്ന വെള്ളം, അതാണ് കടൽ. അത് മാറിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മൊത്തത്തിൽ തീ പിടിച്ച് ആളിക്കത്തുന്ന മഹാ തിളച്ചു മറിയുന്ന കത്തുന്ന തീ ഇങ്ങനെ ആളിക്കത്തുന്ന കടലായി കടലുകൾ മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ. വഇദൽ ബിഹാറു സുജ്ജിറത്, ഇതൊക്കെ വഇദൻ നുജൂമുൻ കദറത് വഇദൻ നുജൂമുൻ കദറത്. ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് സൂര്യന്റെ അവസ്ഥ എന്താണ്? സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്റെ പ്രിയപ്പെട്ടവരെ, ഹൈഡ്രജനും അതുപോലെ തന്നെ ഹീലിയവുമായി ഇവ രണ്ടും കത്തുന്നതാണല്ലോ യഥാർത്ഥത്തിൽ സൂര്യനിൽ നടക്കുന്നത്. ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ആണ് സൂര്യനിൽ നടക്കുന്നത് എന്ന് ആസ്ട്രോഫിസിക്സിൽ നമ്മൾ പഠിച്ചവരാണ്. സൂര്യൻ ഇങ്ങനെ കത്തി ചാമ്പലായി അവസാനം അത് വൈറ്റ് ഡാർഫ് എന്ന് പറയുന്ന വെള്ളക്കുള്ളനായി സൂര്യൻ മാറും എന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഒരു വൈറ്റ് ഡാർഫ് എന്ന അവസ്ഥയിലേക്ക് സൂര്യൻ വെള്ളക്കുള്ളനായി മാറും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഐൻസ്റ്റൈന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ മഹാപ്രതിഭാശാലിയാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. ഈ സ്റ്റീഫൻ W. ഹോക്കിംഗ് ഈയിടെ അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, ഏറി വന്നാൽ ഒരു 100 കൊല്ലം കൂടി പ്രപഞ്ചത്തിന് ആയുസ്സുണ്ടാകുമെന്നാണ് എനിക്ക് എന്റെ നിഗമനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു പോയ ആളാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ഫിസിക്സിൽ ഏറ്റവും വലിയ റഫറൻസ് ഗ്രന്ഥമായി എഴുതി തീർത്ത, ഐൻസ്റ്റൈന് ശേഷം ലോകം കണ്ട മഹാപണ്ഡിത പ്രതിഭ അല്ലെങ്കിൽ സയന്റിഫിക് വിഷയങ്ങളുടെ ഏറ്റവും വലിയ അധികായൻ. അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ അതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യന്റെ അവസ്ഥ എങ്ങനെയാകും? ഏതായാലും കിഴക്കിൽ നിന്നുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറിൽ നിന്നുദിക്കുന്ന അവസ്ഥ വരും. ഇത് കാണുമ്പോൾ ജിന്നുകളും മിൻസുകളും പേടിച്ച് പേടിച്ച് ഭയവിഹ്വലരാകുമെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി എവിടേക്കെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമോ? എവിടെയെങ്കിലും പോയിട്ട് അഭയം പ്രാപിക്കാൻ വേണ്ടി സാധിക്കുമോ? ഈ ഭയവിഹ്വലതകളെല്ലാം നടക്കുന്ന സമയത്ത് എവിടേക്കെങ്കിലും പോയിട്ട് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് സാധ്യമല്ലാത്ത സംഗതിയാണെന്ന് ഓർമ്മിക്കണേ. അത് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹബീബിന്റെ ഒരു ഹദീസ് ഉണ്ട്, ലാ തഖൂമു സ്സഅഹ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖി എന്ന് പരിശുദ്ധ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഈ അന്ത്യനാൾ സംഭവിക്കാനിരിക്കുമ്പോൾ അത് ശിറാറുൽ ഖൽഖ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരായ ആളുകൾക്ക് മേലിലാണ് ആ സംഭവം സംഭവിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി ലാ തഖൂമു സ്സഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖി എന്ന് പരിശുദ്ധ നബിയുനാ മുഹമ്മദ് മുസ്തഫ. കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഹദീസ് ഉണ്ട്, ലാ തഖൂമു സ്സഅ, അന്ത്യനാൾ സംഭവിക്കാൻ പോകുന്നില്ല, ഹത്താ യുഖാല ഫിൽ അർളി, ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് 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 എന്ന് ഉച്ചരിക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമി പ്രതലത്തിൽ ഉണ്ടായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കുകയില്ലെന്ന് പരിശുദ്ധ നബിയുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്തേ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹ് എന്നുച്ചരിക്കാൻ കഴിയുന്ന ഒരാൾ പോലും ഈ ഭൂവിധാനത്തിൽ, ഈ ഭൂപ്രതലത്തിൽ ഉണ്ടായിരിക്കെ അന്ത്യനാൾ സംഭവിക്കുകയില്ലെന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താ? അതിന്റെ ഉദ്ദേശ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ പൂർണ്ണമായും ഇവിടെ സംഭവിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ശിറാറുൽ ഖൽഖ് മാത്രമേ ഉണ്ടാവൂ. അത്യാവശ്യം അല്ലാഹുവിനെ പേടിയുള്ള മുഴുവൻ ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രണ്ട് ഹദീസും ചേർത്ത് വായിച്ചിട്ട് നമുക്കൊരു ഹദീസിലേക്ക് കിടക്കാം. പരിശുദ്ധ നബി
തങ്ങൾ പറയുന്നുണ്ട്, കിഴക്ക് ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേകമായ കാറ്റ് ഈ സന്ദർഭത്തിൽ അടിച്ചു വീശുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. നേരത്തെ പറഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഭൂമിയിലെ മഹാകുഴപ്പങ്ങളും ഭൂമിയിലെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അക്രമങ്ങളും കൊലപാതകങ്ങളും രക്തരൂക്ഷിതമായിട്ടുള്ള സംഘട്ടനങ്ങളും അതും ഇതും പ്രയാസങ്ങളും എല്ലാം കൂടിയായി ഒരു വർഷക്കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു എന്നുച്ചരിക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂപ്രതലത്തിൽ ഉണ്ടായിരിക്കും അല്ലാഹു ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കുകയില്ല. അപ്പൊ അല്ലാഹു തആല ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഒരു കുളിർക്കാറ്റ് അല്ലാഹു ഇങ്ങനെ അടിച്ചങ്ങട്ട് ഒരു കുളിർക്കാറ്റ് ഇങ്ങനെ തെന്നലായി തലോടി ഇങ്ങനെ പോകും അത്രേ. പെട്ടെന്ന് ഒരു കുളിർക്കാറ്റ് വരും. ആ കുളിർക്കാറ്റിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മുഅ്മിനീങ്ങളുടെ മുഴുവൻ ജീവൻ എടുക്കുക എന്നതാണ് ആ കുളിർക്കാറ്റിന്റെ ലക്ഷ്യം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാറ്റ് വരുമ്പോൾ അറിയും മുഅ്മിനീങ്ങൾ എങ്ങനെ കക്ഷത്തിലൂടെ ഒരു കുളിർ ഇങ്ങനെ ഒരാൾ ഊതിയാൽ എങ്ങനെ ഉണ്ടാവും നമ്മളെ കക്ഷത്തിന്റെ ഇതിലൂടെ നല്ല കുളിർക്കാറ്റ് ഇങ്ങനെ ഫീൽ ചെയ്യില്ലേ? അതന്നെ, അങ്ങനെ ഒരു കുളിർക്കാറ്റ് കക്ഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന പോലെ ഫീൽ ചെയ്യും. ആ കാറ്റ് തട്ടിയവരെല്ലാം മൃതിയടഞ്ഞ് താഴെ വീഴുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ കാറ്റ് വരലോടുകൂടി മുഅ്മിനീങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാകും. പിന്നെ ഭൂമിയിൽ മഹാ കുഴപ്പം പിടിച്ചവരെ ഉണ്ടാവുള്ളൂ. നോക്കണേ, വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. ഇനിയാണ് യഥാർത്ഥ ഊത്ത് വരുന്നത്. ഇനിയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒറിജിനൽ ഊത്ത് വരുന്നത്. ആ ഊത്തങ്ങ് വരുന്ന സമയത്തും എല്ലാവരും മരിക്കുന്നില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളുടെ ജീവൻ അത് കവരും. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന നേരമാ. ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും, എന്നാൽ അല്ലാഹു ഉദ്ദേശിക്കുന്നവർ ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെല്ലാം അങ്ങ് മരിച്ചു വീഴും. സ്വഇഖ എന്ന് പറഞ്ഞാൽ മരിച്ചു വീഴുന്നതാണ്. ഈ സൂർ എന്ന കാഹളത്തിലെ ആദ്യത്തെ ഊത്ത് അപ്പോഴാണ് വരുന്നത് അത്രേ. അത് വരുമ്പോ ഒരുവിധം പിന്നെ എല്ലാവരും മരിക്കും. പക്ഷെ ചിലരെ അതിൽ മരിക്കുന്നില്ല. ആരൊക്കെ മരിക്കണില്ല? സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം മരിക്കൂല. സയ്യിദുന ഇസ്രാഫീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം, അർശിനെ ചുമക്കുന്ന മലായികത്തുകൾ, ഇവരല്ലാത്തവരെല്ലാവരും മരിച്ചു വീഴുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. ഒരൊറ്റ അട്ടഹാസം കൊണ്ട് ജിന്നും ഇൻസും എല്ലാം മരിച്ചൊടുങ്ങും. പക്ഷെ ഇല്ലാ മൻ ശാ അല്ലാഹ്. ഇനി ഒരാൾ മരിച്ചിട്ടില്ല, അയാളാണ് ഇബ്ലീസുൽ ലഈൻ. ഇബ്ലീസിന് അപ്പോഴും അല്ലാഹു ആയുസ് കൊടുക്കുമെന്ന നമ്മൾ ആലോചിച്ചിട്ടില്ലേ? വലിയ വലിയ ഫിത്നക്കാർക്കൊക്കെ അല്ലാഹു തആല വല്ലാതെ ആയുസ് കൊടുക്കും. അത് അള്ളാഹിന്റെ ഒരു സിസ്റ്റമാണ്. വലിയ കുഴപ്പക്കാര് പെട്ടെന്ന് മരിക്കൂല. അവർക്ക് ആയുസ് ഇങ്ങനെ നല്ലോണം കിട്ടിക്കൊണ്ടിരിക്കും. അവരെ മൂക്കിൽ ഒരു ജലദോഷത്തിന്റെ അംശം പോലും ഉണ്ടാവില്ല. അവർക്കൊരു തലവേദന പോലും ഉണ്ടാവില്ല. കുഴപ്പമാണെങ്കിൽ ദുനിയാവിലും മൊത്തം പോലെ കൊണ്ടേക്കാരം. പക്ഷെ ഒരു കുഴപ്പം അവർക്ക് ആഫിയത്തിൽ ഉണ്ടാവില്ല, സിഹത്തിൽ ഒരു കുറവുണ്ടാവില്ല. അത് അള്ളാഹിന്റെ ഒരു കൃത്യമായ പ്ലാനിങ് ആണ്. അള്ളാഹു വല്ലാത്തൊരു സംവിധായകനാണ്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. പടച്ചറബിന്റെ തദ്ബീർ അത് ചെറുതല്ല. അള്ളാഹു അതിൽ പല കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇപ്പോ ഗസയുടെ മണ്ണിൽ നമ്മൾ ഇന്ത്യയിലുള്ള ഒരുപാട് ദുരന്ത വാർത്തകൾ, കുഞ്ഞും മക്കൾ അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ പോലും ബോംബും മറ്റും വർഷിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞും മക്കൾ ഇങ്ങനെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വാർത്തയെല്ലാം കാണുമ്പോൾ എന്താണിത് പടച്ചറബ് ഇടപെടാത്തത് എന്നൊന്നും നമുക്ക് തോന്നേണ്ടതില്ല കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു റജബ് 20 നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്നൊരു വെള്ളിയാഴ്ച ദിവസം കൂടിയായിരുന്നു. ബഹുമാനപ്പെട്ട മദീന മുനവ്വറയിൽ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വെച്ചുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ മനസ്സിലാക്കണം, യസീദിന്റെ കിങ്കരമാർ 10,000-കണക്കായ സ്വഹാബത്തിനെ അവിടെ നിന്ന് അരിഞ്ഞു വീഴ്ത്തിയത്. 3 ദിവസം മദീനത്തെ പള്ളിയിൽ നിസ്കാരം നടന്നിട്ടില്ല. അറിയോ നിങ്ങൾ? എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹിന്റെ സംവിധാനം അതെന്ത്, അള്ളാഹു എന്തോ ഉദ്ദേശിക്കുന്നുണ്ടാകും. മദീനത്തെ പരിശുദ്ധതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബേജാറേണ്ട കാര്യമില്ല. ഇങ്ങനെ പലതും അള്ളാഹിന്റെ ദുനിയാവിൽ ഉണ്ട് കേട്ടോ.
അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വെച്ച് കൊണ്ടുപോലും അതൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞ് ബേജാറാകണ്ട. ഇതൊക്കെ അല്ലാഹു തആല ഇത്രയ്ക്ക് ദുനിയാവിന് വില കാണുന്നുള്ളൂ. അതാണ് എൻ്റെ അർത്ഥം. അല്ലാഹു തആല നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക്, മരണപ്പെട്ടു പോയ ഒരുപാട് കുഞ്ഞു മക്കളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സ്വർഗത്തിൽ അവരുടെ രക്ഷിതാക്കൾക്ക് വലിയൊരു വിരുന്നുകാരായി അല്ലാഹു ആ കുഞ്ഞു മക്കളെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ അങ്ങനെയാണല്ലോ അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്, അല്ലേ? അല്ലാഹുമ്മ ജഅൽഹും ഫറതൻ ലഅബവൈഹി വസലഫൻ വദുഖറൻ വഅതിബാറൻ വശഫീഅൻ വസഖിൽ ബിഹി മവാസിനഹുമാ എന്നൊക്കെയല്ലേ ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബ് കൽപ്പിച്ചത്. അല്ലാഹു തആല അങ്ങനെ ആ ഖുദ്സിന്റെ മണ്ണിൽ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ എപ്പോഴും വേണം. അല്ലാഹു തആല അവിടെ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കുമാറാകട്ടെ.